ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ പോലീസ് സ്റ്റേഷൻ കേട്ടോ. കന്നിക്കുഴി പോലീസ് സ്റ്റേഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ അവരറിയാതെ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യണത്. ഇതിപ്പോൾ എനിക്ക് പറ്റിയേക്കണ മുറിവുകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. എന്താ കൈയിൻ്റെ അവിടെയും കാലിൻ്റെ മുട്ടും ഷോൾഡറിൻ്റെ ഭാഗവും കണ്ണിൻ്റെ അവിടെയും ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൈയൊന്നും അനക്കാൻ പറ്റാത്ത വിധമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പം വീഡിയോസ് എടുക്കുന്നത് കാരണം നമ്മൾ തലേന്നാണ് ആദ്യമായിട്ട് ചെല്ലണം. അപ്പോൾ ആദ്യമായിട്ട് ചെന്ന സമയത്ത് അവരുടെ അടുത്തുനിന്ന് ഒരു രീതിയിലുള്ള അപ്രോച്ച് അല്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ പിറ്റേ ദിവസം 10 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 10 മണിക്ക് വന്നിട്ട് 10 മണിയല്ല 10:30 എത്തിയപ്പോൾ 10:30 വന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്കൊരു തെളിവിന് കാര്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ വോയിസും എടുത്തിട്ടുണ്ട്. വോയിസ് ആയിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വീഡിയോ ക്ലിപ്പായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വണ്ടിയുടെ കോലം. ഇതിൽ കുറച്ചൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. വണ്ടി പഴയ വണ്ടിയാണ്. പിന്നെ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ഓടിക്കാനൊക്കെ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. സെൽഫ് പോയി, ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് പോയി, അതുപോലെ തന്നെ നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മിറർ വീഴ്ചയിൽ ഇൻകറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കേസെടുത്താൽ പൊട്ടലോ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടത്തുള്ളൂ. അവനെ തെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവന് കോടതിയിൽ അവൻ ഫൈൻ അടച്ച അവന് ഒരു മാത്രം വരും. ഇപ്പോഴാണ് അതായത് 500 രൂപയ്ക്ക്, മറ്റവന് 1000 രൂപ. കേസെടുത്ത് എടുത്തോളാനാ പറഞ്ഞത്. ഞാൻ ഒരു വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു. അവനറിയാം കാര്യങ്ങൾ, വണ്ടിയായിട്ട് നടക്കുന്നുണ്ട്, അവന് കാര്യങ്ങൾ അറിയാം. കൂടെ അതത്രേ ഉള്ളൂ. വണ്ടിയുള്ളവരുടെയൊക്കെ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ട്. അവരായിട്ട് ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ് എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ വഴിയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് 3 കാറൊക്കെ ഉള്ളതാണ്. അവര് പറഞ്ഞ് എന്റെ അടുത്ത് കേസ് കൊടുക്കാനാ പറഞ്ഞത്. കേസ് കൊടുത്തിട്ട് ആ ഒരു ലെവലിൽ പോകാനാ പറഞ്ഞത്. ലൈസൻസിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി, എന്റെ എല്ലാം ഉണ്ട്. എന്റെ എല്ലാം കറക്റ്റ്, ഒരു പ്രശ്നമില്ല. എനിക്ക് കേസിന്റെ വഴിക്ക് പോണതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വണ്ടി ടെസ്റ്റ് ചെയ്താൽ നിനക്ക് കിട്ടത്തുള്ളൂ. വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടേ വണ്ടി കിട്ടത്തുള്ളൂ. അതെന്താ അങ്ങനെ? എന്റെ മിസ്റ്റേക്ക് അല്ല, വണ്ടി രണ്ടും ടെസ്റ്റ് ചെയ്യണം. രണ്ട് വണ്ടി. അതപ്പോ എത്ര സമയം പിടിക്കും? അത് നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കും അങ്ങോട്ട്. അതായത് പൈനാവിൽ നിന്ന് വന്ന് ടെസ്റ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ ബുദ്ധിമുട്ടിക്കോളാം. ഇട്ട് മാസം എഴുതി കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്നത്. അത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവരുടെ സമയമനുസരിച്ച് അവർ വരുന്നത്. ഇതിൽ ക്ലിയർ ആണ്. അവരെൻ്റെ അടുത്ത് കേസ് കൊടുക്കാതിരിക്കാനുള്ള രീതിയിലുള്ള അപ്രോച്ചിങ് ആയിരുന്നു. ഇതാണ് എന്നെ കാറിടിച്ച ആ വ്യക്തി. ഇയാളുടെ വണ്ടി കൊണ്ടിട്ടാണ് എൻ്റെ വണ്ടിക്ക് അപകടം ഉണ്ടായത്, എനിക്ക് അപകടം ഉണ്ടായത്. അപ്പോൾ ഇയാളുടെ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു തെളിവിന് ഇന്ന ആളാണെന്ന് പറയാനായിട്ടുള്ള രീതിയിലുണ്ടായില്ല, അതുകൊണ്ട് മാത്രം. അതിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ പകുതി. ഇപ്പം വെച്ച വീഡിയോ ക്ലിപ്സില്ലേ, ഇതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളി ഇങ്ങനെ കേസിൻ്റെ കാര്യത്തിനെ പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഇങ്ങനെ പറഞ്ഞു എന്ന് കേസ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഉണ്ടാവാൻ പോണത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ 2000 രൂപ പകുതി എമൗണ്ട് ആവുള്ളൂ. ഭയങ്കര നിസ്സാരമായിട്ട് പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു കേട്ടോ ഇത്. അത്രയും നിസ്സാരമായിട്ടായിരുന്നു ആ ഒരു സംഭവത്തിന് ആ വനിതാ പോലീസ് പുള്ളിയുടെ അടുത്ത്, അത് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ആ തൊട്ടടുത്ത് നിൽക്കെ ആ പുള്ളിയുടെ അടുത്ത് ഈ വനിതാ പോലീസ് പറഞ്ഞത്.
അതുപോലെ തന്നെ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പിന്നെ താലൂക്ക് ഏതാണ്, വില്ലേജ് ഓഫീസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി അന്വേഷിക്കുകയും ഞാനപ്പോൾ +2 വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് അതിന് പരിഹസിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനല്ലാണ്ട് വേറൊരു തേങ്ങ ഉണ്ടേ അറിയത്തില്ല, ഈ ഫോൺ എടുത്തിട്ട് യോയോ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് അവിടുത്തെ പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അതിൻ്റെ വോയിസ് ക്ലിപ്പ് വീഡിയോ ഞാൻ അടുത്ത ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥ ഇവര് യോയോ മാത്രമേ ഉള്ളൂ. കാര്യത്തോടെ എടുക്കുമ്പോൾ ഒരു ഷൂ കാണില്ല. ഇതാണ് 137 ഉള്ളൂ, ചെറിയ തോല് പോയതേ ഉള്ളൂ. ഇപ്പം ഈ കണ്ട വീഡിയോയിൽ ലാസ്റ്റത്തെ ആ ഡയലോഗ് കൂടി കേട്ടോ. സാറ് പറഞ്ഞ ഡയലോഗാണ്, ഒരു തൊലി പോയതിനാണ് ഇത്രയെന്ന്. ഇവർക്കൊക്കെ ഈ ഒരു കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേങ്കിൽ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്കായിരിക്കും അതിൻ്റെ പെയിൻ എത്രയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവരെ സംബന്ധിച്ച് ഇവരുടെ കണ്ണിൽ ചിലപ്പോൾ ഒരു തോല്, എനിക്കൊരു തോലൊന്നും അല്ല, എനിക്ക് എൻ്റെ കൈ രണ്ട് നിങ്ങൾ കണ്ടതല്ലേ, എൻ്റെ കൈ രണ്ടും അതുപോലെ തന്നെ എൻ്റെ കണ്ണ്, എൻ്റെ ഷോൾഡർ, എൻ്റെ കാല് എല്ലായിടത്തും നല്ലപോലെ മുറിവ് വെച്ചിട്ടുണ്ട്. ഈ വേദനയെ സഹിച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം ഞാൻ നിൽക്കുന്നത്. അത്ര ആ ഒരു ഇതുപോലുള്ള അവർ സംസാരിക്കുന്ന ആ രീതി പോലൊരു കരുണ എന്ന് പറയുന്ന ഒരു സാധനമില്ല, മനസാക്ഷിയിൽ ഒന്നും ഇല്ലാത്തൊരു തരത്തിലുള്ള ഒരു സംസാരം. ഇത് കണ്ടില്ല എൻ്റെ കൈയുടെയൊക്കെ അവസ്ഥ. ഈ ഒരു കൈയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന്, എന്നിട്ട് പോലും ഇത്രയും മനസാക്ഷിയില്ലാണ്ട് ഒരു തോല് പോയെന്ന്. ഈ ഒരു ചെറിയ ഞാന് അവരുടെ വീട്ടിലും ഇല്ലേ, അവർക്കും ഇല്ലേ ഏത് മക്കളും എല്ലാവരും വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും. അപ്പം അവർക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഒരു തോലല്ലേ പോയാ എന്നുള്ള രീതിയിൽ ഇവർ നിൽക്കുമോ? ഇല്ലല്ലോ. അതാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വേദനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് പെരുമാറണം. അതിപ്പോൾ പോലീസായാലും പട്ടാളായാലും എല്ലാവരും. വേറൊരു സംഭവം കൊച്ചിന്റെ അറിയാത്ത സ്ഥലമില്ല. അതെനിക്കറിയാം. എന്റെ വൈഫോടെ മെഡിക്കോളേജ് ജോലി നടത്തുന്നത്. അവളെ കൂട്ടിക്കൊണ്ട് പോയാണ് ഇപ്പൊ ഇത് എല്ലാം ചെയ്തു കൊടുത്തത്. കാരണം എനിക്കിനിപ്പോ ഒരാഴ്ച 1.5 വർക്കിന് പോകാൻ പറ്റത്തില്ല. ഈ ഒരു അല്ല പുള്ളിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, കേസ് വേണ്ട, അത്രയും ഞാൻ പറയാം. കുഴപ്പമില്ല, എന്താ കുഴപ്പമില്ല. 12,000 രൂപ കൊടുക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. 1,500 ഹോസ്പിറ്റലായി. അത് ഇന്നലെ ഞാൻ കൊടുത്ത് പറഞ്ഞ അപ്പൊ പുള്ളിക്കാരി തുള്ളിക്കൊണ്ട് പോയി. ഇല്ല, എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാശിന്റെ കാര്യം അത് പോരാ എനിക്ക്. കാരണം എനിക്കൊരു 5,000 എങ്കിലും മിനിമം വേണം. കാരണം എനിക്കൊരാഴ്ചന് വർക്ക്, ഒരു ദിവസം ഞാൻ വർക്കിന് പോയ 1000 രൂപ. നമ്മൾ വർക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണ്ട. ആക്സിഡന്റ് പറ്റി നമുക്ക് വണ്ടിക്ക് എന്ത് പറ്റിയാലും ആ രീതിയിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്യാണ്ടിരുന്ന ഒരാഴ്ച ഭക്ഷണം കഴിക്കണ്ടെന്നാണ് പറയണത്. അതല്ല, അതാണ് അപ്പൊ ചോദിക്കട്ടെ, ഞാൻ മോളോട് തർക്കിക്കാൻ വേണ്ടി ചോദിക്കണില്ല. മോളിപ്പോ പറഞ്ഞ് കേസിന് പോകാന്ന് പറഞ്ഞു. കേസിന് പോയി കഴിയുമ്പോഴത്തേക്കും അത്രയും ദിവസം നമ്മൾ പട്ടിണി ഇരിക്കുമല്ലോ. കേസിന് പോയി കഴിയുമ്പോൾ നമുക്ക് അതിനാണ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ ഒരാഴ്ച പട്ടിണി എടുക്കണമെങ്കിൽ ഒരാഴ്ച പട്ടിണി എടുക്കേണ്ടി വന്നാൽ കുഴപ്പമില്ല, ഞാൻ അംഗീകരിച്ചോളാം. അല്ലാണ്ട് എനിക്കിത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. മിനിമം 5,000 രൂപ. ഞാൻ പറയണേ 2,000 രൂപയിൽ എന്തായാലും എന്തോ വണ്ടി മൊഴി എടുത്തിട്ട് 2 കേസെടുക്കാം. ഹലോ, ദേ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ഇത്രയും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, ക്ലിയർ ആയിട്ടുള്ള ഒരു വേയിലാണ് ആക്സിഡന്റ് ഉണ്ടായത്.
എന്ന് ആലോചിച്ച് നമുക്ക് അത്രയും എന്നെ വിഷമിപ്പിച്ചിട്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ അവർ വിട്ടത്. എനിക്ക് അത്രയും സങ്കടമായി. എനിക്ക് ഒന്നാമത്തെ കേസ് എനിക്ക് വർക്കിന് പോകാൻ പറ്റാത്തതിന്റെയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വർക്കിന് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമം. രണ്ടാമത്തെ കേസ് ഇത് ഈ പോലീസുകാർ ഇങ്ങനെ നമുക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രക്കും കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പൈസക്കാർക്ക് ഈ ലോകത്ത് എന്തും ആകാം എന്നുള്ള ഒരു ലെവലിലുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. എനിക്ക് അവരുടെ അടുത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടില്ലായ്മയും എല്ലാം ഭയങ്കര ഹേർട്ടായി. അപ്പൊ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഇതേ കണക്ക് അപ്പൊ എനിക്ക് ഈ ഒരു ഇപ്പൊ ഇൻഷുറൻസ് പോലും കിട്ടൂലെന്നാണ് ഇവര് പറയണത്. ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല, ഒന്നും ക്ലെയിം കിട്ടത്തില്ല. കേസ് കൊടുത്തിനാലും എനിക്കൊന്നും എനിക്കൊരു ആനുകൂല്യങ്ങളും ഇല്ലെന്നാണ് അവര് പറയണത്. അപ്പൊ ഞാൻ ഇത്രയും മുറിവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരാഴ്ച 2 ആഴ്ച ഈ മുറിവും കാര്യങ്ങളൊക്കെ തിന്ന് ജീവിക്കണം എന്നാണ് അവര് പറയണത്. പൈസയില്ല, ഈ വേദനയും തിന്ന് ജീവിക്കണം. ഇതിന് ആർക്കും ഒരു സമാധാനവും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് അവർ പറയണത്. എല്ലാവരും എനിക്ക് അറിയാൻ പാടില്ല, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ എൻ്റെ അടുത്ത്. എനിക്കറിയാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആക്സിഡന്റ് ആണത്. വല്ലാത്തൊരു അനുഭവമായി പോയി. പോലീസുകാരുടെ അടുത്തൊന്നും ഒരു സപ്പോർട്ടില്ല. ആ നാട്ടുകാർ ആ കൂടിയ വണ്ടിയുടെ അവിടെ നിന്ന് സംസാരിച്ചത് എല്ലാവരും അയാൾക്കാണ് സപ്പോർട്ട് ചെയ്തത്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഭയങ്കര ബാഡായിട്ടുള്ള ഒരു അനുഭവമാണിത്. അത് മാത്രമല്ല അവിടുത്തെ നാട്ടുകാരുടെ അടുത്തുനിന്നും എല്ലാവരും ഞാൻ പറയുന്നില്ല, ആ ഒരു കുറച്ച് ആ പർട്ടിക്കുലർ സ്ഥലത്തുണ്ടായ വ്യക്തികളുടെ സംസാരം ഈ ഒരു രീതിയിലായിരുന്നു. എല്ലാവരും ആ പുള്ളിക്ക് സപ്പോർട്ട്. ഒരു 22 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു വാല്യൂ അവർ ആരും കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയിട്ടില്ല, ഈ വണ്ടി തട്ടിയ ആളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ആകെ അവർ ചെയ്തതാണ് ആൾക്കാർ കൂടി കൊണ്ടിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഒരൊറ്റൊരു കാര്യം ഒഴിച്ചാൽ വേറൊരു ഒരു കാര്യത്തിൽ എനിക്കൊരു സപ്പോർട്ടില്ല, ഒന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഞാൻ ഇങ്ങനെ വിതുമ്പി ഞാൻ കരഞ്ഞിട്ടില്ല. റോട്ടി വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ എന്റെ അപ്പത്തെ അവസ്ഥ കണ്ടവർക്ക് അറിയാതെ, ജെഫിന് നല്ലപോലെ അറിയാൻ പറ്റും എന്റെ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു. അത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ജെഫിൻ. അത്രയും എന്താ പറയാ ഭയങ്കരമായിട്ട് ഞാൻ തളർന്ന ഒരു ഇൻസിഡന്റ് ആണിത്. നിങ്ങൾ തന്നെ പറ ആരുടെ ഭാഗത്താ തെറ്റെന്ന്. ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നെയല്ല അയാൾ കൊണ്ടുവന്നു. ഞാൻ ഒരു സൈഡിൽ കൂടെ ഞാൻ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി. എൻ്റെ അടുത്ത് ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്താ എന്നെ വർക്കിന് വിളിച്ച എൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ ഒരു 10-20 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല, മോള് സൂക്ഷിച്ച് വാ, വണ്ടിക്കല്ലേ വരുന്നത്, സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് വാ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ വ്യക്തിയാണ് ആ ഒരു ഇത്ത. എന്നിട്ട് പോലും ഞാൻ അത്രയും കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചിട്ടില്ലേ. ഓൾറെഡി ഞാൻ ചുരങ്ങളെല്ലാം കയറി വന്നു. അത് കഴിഞ്ഞിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വേയിലാണ്, ഒരു പാതയിലാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായേക്കണം. സോ എനിക്കിനി എന്താ പറയേണ്ടതാണ് ഇവിടെ. ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. ആക്സിഡന്റ് പറ്റി, ആദ്യത്തെ ആക്സിഡന്റ് ആണ്, ഇതൊക്കെ പറ്റി എല്ലാം ആയി. എനിക്കിനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമം. ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാൻ പാടില്ല. ഒന്ന് നോക്കാൻ പോലും ആരും ഇല്ല കൂടെ. അമ്മ രാവിലെ വെളുപ്പിനെ എണീറ്റ് വർക്കിന് പോയി. അമ്മക്ക് വർക്ക് ഉണ്ടായില്ല ഇത്രയും നാളും. ഇപ്പൊ 2 മാസത്തെ വാടകയും കാര്യങ്ങളൊക്കെ എന്റെ ഇതിൽ നിന്നാണ് ഇതാക്കിയേക്കണം. അപ്പൊ അമ്മക്ക് വർക്ക് ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ആക്സിഡന്റ് അന്നത്തെ ദിവസം വർക്കിന് പോയത് ആദ്യത്തെ ദിവസം ഇരുന്നത് വർക്കിന്റെ. ഇപ്പഴും വർക്കിന് പോയിരിക്കുക. വീട്ടിലാരും ഇല്ല, ഞാൻ ഒറ്റക്കാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ പോയി വന്നതാണ്. അത്രയും വിഷമത്തിലാണ്. കണ്ണൊക്കെ വേദനയാണ് ഭയങ്കരമായിട്ട്. ഇവിടെ കണ്ണിന്റെ ഡോക്ടറാണെന്ന് കാണിക്കാൻ പോയത്.